എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും എൻ്റെ 30ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി ഊഷ്മളമായി സന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബിനെ കുറിച്ചാണ് പഠിച്ചിരുന്നത് അല്ലേ? നമുക്ക് അതിന് കുറച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ. എന്തായാലും നമ്മൾ നിർത്തിയത് വെർബിൻ്റെ കാലങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. നിങ്ങൾക്ക് ഏകദേശം ചിത്രം കിട്ടേണ്ട വെർബ് എന്താണെന്ന്, ആ വെർബിൻ്റെ കുറേ സ്വഭാവങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന് കാലമുണ്ട്, അതുപോലെ സംഭവത്തിൽ ഉണ്ടാക്കുന്നത് ചലനം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സവിശേഷതയാണ് എന്ത്? കാലം. അപ്പോൾ നമുക്ക് ഇവയുടെ കാലത്തെക്കുറിച്ച് കുറച്ച് അധികം പഠിക്കാം. കാലം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും കാലം എൻ്റെ ഗുരുവും പ്രണയിനിയും ഒക്കെയാണ്. കാരണം കാലം എനിക്ക് തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളാണ്. ഞാനിവിടെ വന്നത്, ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് വിട്ടു പോകുന്നതൊക്കെ കാലത്തിൻ്റെ കളികളാണ്. കാലമാണ് സൗന്ദര്യത്തെ ഉണ്ടാക്കുന്നത്, സൗന്ദര്യം ഇല്ലാതാക്കുന്നത്, ദുഃഖമുണ്ടാക്കുന്നത്, ദുഃഖത്തെ മാറ്റിക്കളയുന്നത്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും കാലത്തിൻ്റെ കളികളാണ്. അപ്പോൾ ആ കാലത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ക്രിയയുടെ കാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം 3 കാലങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. പ്രധാനമായി 3 കാലങ്ങളുണ്ട് എന്ന് പറയും. നമ്മൾക്ക് ഒരു ബോർഡിൽ കാലത്തെ 3ആക്കി തിരിച്ച് ചിത്രീകരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ ഏറ്റവും അതിൽ ആ ഓരോ കാലങ്ങൾക്കും 3 ഉപകാലങ്ങളുണ്ട്. അപ്പോൾ അതായത് 3 കാലങ്ങളുണ്ട്. അപ്പോൾ ഓരോ കാലത്തിനും 3 ഉപകാലങ്ങൾ. അങ്ങനെയാണെങ്കിൽ എത്ര കാലം മൊത്തം ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം. അതായത് ഓരോ കാലത്തെയും 3 യുജിക്കുക, 3 കാലത്തെ വീണ്ടും യുജിക്കുമ്പം ഓരോന്നിനും 4 വെച്ച് 3 4 12 കാലം ഉണ്ടായിരിക്കും. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 12 കാലമാണ്. അപ്പോൾ 12 കാലത്തിലുള്ള ക്രിയകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് അതിലെ പ്രധാനപ്പെട്ട 3 കാലങ്ങളിൽ ആദ്യം പ്രധാനപ്പെട്ട 3 കാലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് അതിൽ ഏറ്റവും ആദ്യം വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന കാലമാണ് നമുക്കതിൽ ഏറ്റവും ആദ്യം വരുന്നത്. അത് ഏറ്റവും ലളിതവുമാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും ലളിതമായതുകൊണ്ട് അത് എഴുതാൻ വളരെ എളുപ്പമാണെന്ന് വെച്ചാൽ ലളിതമായതുകൊണ്ട് അതിനെ ഇംഗ്ലീഷിൽ സിമ്പിൾ എന്ന് പറയാം. സിമ്പിൾ പ്രസൻറ്റ് ഉണ്ട്, സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ 3 കാലം, അതായത് പ്രസൻറ്റിൽ സിമ്പിളുണ്ട്, പാസ്റ്റിൽ സിമ്പിളുണ്ട്, ഫ്യൂച്ചറിൽ സിമ്പിളുണ്ട്. ഈ കാലങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കുക. അപ്പോൾ നമ്മൾ മുൻപൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോയതാണ്, ഭൂതമായിട്ടുള്ളതാണ്, അഥവാ അത് തിരിച്ചു വരാത്തതാണ്. അത് ഓർമ്മയിൽ മാത്രമാണ് ആ സംഭവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഓർമ്മയിലെ കാര്യങ്ങൾ, ഓർമ്മയിലെ സംഭവങ്ങൾ വിവരിക്കുന്നതിനാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരിക്കൽ നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നു അമ്മിഞ്ഞ കുടിച്ചു. അതുപോലെ കുറച്ച് വലുതായപ്പോൾ സ്കൂളിൽ ചേർന്നു, കുട്ടികളോടൊത്ത് കളിച്ചു, പഠിച്ചു, ചിരിച്ചു, ഉറുമ്പ് കാട്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ വളർന്ന് കൗമാരത്തിലേക്ക് ഒക്കെ ഇങ്ങനെ വന്നു പോയി. അപ്പോൾ നമുക്ക് അതിന് വീണ്ടും ആവർത്തിക്കാൻ പറ്റുമോ? അതായത് ഒരു 5ാം ക്ലാസ്സുകാരനായി സ്കൂളിൽ പോയിരിക്കാൻ പറ്റുമോ? നമ്മളെ പഠിപ്പിച്ച അതേ ടീച്ചറെ അടുത്ത് ഒരു കുഞ്ഞായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ചു പോക്കില്ലാത്ത ഒന്നാണ് ജീവിതം അല്ലേ? റീടേക്ക് ഇല്ലാത്ത ഒരു സിനിമയാണ് ജീവിതം. അപ്പോൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എല്ലാം നമുക്ക് ഒരിക്കലും ഇനി ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ വെച്ചാൽ
അത് യാഥാർത്ഥ്യമല്ല എന്നർത്ഥം. എന്താ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടറിയാവുന്നതും തൊട്ടറിയാവുന്നതും കേട്ടറിയാവുന്നതും, അതായത് പഞ്ചേന്ദ്രിയൽ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതാണ് എന്ത്? ഈ യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഇല്ലേ. കഴിഞ്ഞു പോയത് നമുക്ക് ഓർക്കാൻ മാത്രമേ പറ്റൂ. അത് നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളത്. അപ്പോൾ അത് എന്താണ്? യാഥാർത്ഥ്യമാണോ? അല്ല. അപ്പോൾ ഭൂതകാലം യാഥാർത്ഥ്യമല്ല, അത് നിലവിലുള്ളതല്ല, അത് ഓർമ്മയിൽ മാത്രമുള്ളതാണ്, യാഥാർത്ഥ്യമല്ല എന്ന് കാര്യം മനസ്സിലായി. ഇത് തന്നെയാണ് ഭാവി കാലത്തിൻ്റെ കാര്യത്തിലും. എന്തുകൊണ്ടാണ് ഭാവി കാലത്തിലും അങ്ങനെയാണെന്ന് പറയാൻ കാരണം? ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? അടുത്ത ഓരോ നിമിഷവും എന്താണ്? നമുക്ക് അനിശ്ചിതമാണ്. നമുക്ക് വെറും സങ്കല്പിക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നാൾ നോക്കുക, പത്രത്തിൽ വായിച്ചു, കല്യാണമെല്ലാം ഉറപ്പിച്ചു, അന്തിവട്ടങ്ങളൊക്കെ എല്ലാ കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഒരു പെൺകുട്ടി ജോലിക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് റോഡപകടത്തിൽ മരിച്ചു. അപ്പോൾ എന്താണ്? അവർ കല്യാണം, അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് കല്യാണം നടക്കും എന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? സങ്കല്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നടക്കുമ്പോൾ നമുക്ക് ഉറപ്പില്ലേ. അപ്പോൾ നമ്മൾ സങ്കല്പത്തിലോ പ്രതീക്ഷയിലോ ഉള്ള കാര്യങ്ങളാണ് എന്ത്? ഭാവി. ഭാവി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയാണ്, സങ്കല്പമാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ അതും റിയലല്ല. എന്നാൽ പ്രസന്റ് ടെൻസ് എന്താണ്? വർത്തമാനകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് റിയലാണ്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, അല്ലേ? ഇനി നമുക്ക് പ്രസന്റ് ടെൻസിലാണ് നമ്മളിപ്പോൾ അല്ലേ കാണാനും കേൾക്കാനൊക്കെ. നമ്മൾ ഈ പ്രസന്റിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇനി പ്രസന്റിലെ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ 3 കാലങ്ങളാണ് ആദ്യം പഠിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ചില സഹായിക്കറികൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അല്പം ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ആ ടെൻസുകൾ പഠിക്കാം. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ, ഇത് എന്ത്? പ്രസന്റ്, ഇത് പാസ്റ്റ്. ഇതിലേറ്റവും ചെറിയ ഭാഗം പ്രസന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും അതിനെ നമുക്കൊന്ന് ആവർത്തിച്ച് എടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ പ്രസന്റ് ആണ് ഏറ്റവും ചെറുത്, അല്ലേ? അപ്പോൾ ചെറുതായിരിക്കും ഇത്. ഈ പ്രസന്റ് ഒരു വർഷമാക്കി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ പാസ്റ്റൊക്കെ മുൻ വർഷങ്ങളും ഇതൊക്കെ വരും വർഷങ്ങളായിരിക്കും. അതുപോലെ ഈ ഒരു മാസത്തെ പ്രസന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുൻ മാസങ്ങളൊക്കെ പാസ്റ്റും വരും മാസങ്ങളൊക്കെ ഫ്യൂച്ചറും ആയിരിക്കും എന്ന് വെച്ചാൽ. അതായത് അതുപോലെ ഈ നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ്, ഈ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ടെന്ന് വലിയൊരു കാലയളവ്, 100 വർഷത്തെ ഒരു കാലയളവിന് പ്രസന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടൊക്കെ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ വരും നൂറ്റാണ്ടുകളായിരിക്കും. അങ്ങനെയൊക്കെ എടുക്കാം എന്നർത്ഥം. അപ്പോൾ വലിയ പ്രസന്റിലും ചെറിയ പ്രസന്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മാസം എന്ന് പറയുമ്പോൾ ഈ മാസം 15-ാം തീയതി എന്ന് പറയുമ്പോൾ മാസം വലിയ പ്രസന്റും അതിലെ ചെറിയ പ്രസന്റ് എന്തായിരിക്കും? ഈ ദിവസം. മനസ്സിലായേ? ആയിരിക്കും. ദിവസം എന്നുള്ളത് ചെറിയ പ്രസന്റും ആയിരിക്കും എന്ന കാര്യം ഓർക്കുക. കാരണം ഈ ചെറിയ പ്രസന്റിനും വലിയ പ്രസന്റിനും ചെറിയൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു മാത്രം. അപ്പൊ മെയിനായിട്ട് എത്രയായിട്ട് ഇരിക്കാം എന്ന് നമ്മൾ കണ്ടു. ഇതിനെ എത്രയായിട്ട് ഇരിക്കാം? 3 ആയിട്ട് തിരിക്കാമെന്ന് കണ്ടു. ഈ 3നെ ഓരോന്നിനെയും എത്രയായിട്ട് കൂടുതൽ തിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു? 4 ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ഇതിനെ ഈ 3 കാലങ്ങൾ വീണ്ടും 4 ആക്കി തിരിക്കാം. അങ്ങനെയാണെങ്കിൽ 3 കാലങ്ങൾ വീണ്ടും 4 ആക്കി തിരിക്കുമ്പോൾ മൊത്തത്ര കാലമായി 12 കാലം എന്ന് പറഞ്ഞു. നമുക്കതൊന്ന് ഇതിൽ ഞാൻ എഴുതി കാണിച്ചു തരാം. നിങ്ങൾ ഇതിൽ ബോർഡിൽ കാണാം, അല്ലേ? പാസ്റ്റിന് തന്നെ നമ്മൾ 4 ആക്കിയിട്ട് 1, 2, 3 4 ആക്കി തിരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രസന്റിന് 4 ആക്കി തിരിച്ചിട്ടുണ്ട്, ഫ്യൂച്ചറിനെയും 4 ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂട്ടിയിട്ട് 12 കള്ളിയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തേല് പാസ്റ്റിൽ സിമ്പിൾ ഉണ്ട്, പ്രസന്റിൽ സിമ്പിൾ ഉണ്ട്, ഫ്യൂച്ചറിൽ സിമ്പിൾ ഉണ്ട്.
അതുപോലെ പാസ്റ്റിൽ കണ്ടിന്യൂസ് ഉണ്ട്, പ്രസന്റിൽ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ഉണ്ട്. അതുപോലെ പാസ്റ്റിൽ പെർഫെക്റ്റ് ഉണ്ട്, പ്രസന്റിൽ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആ ഇത് പാസ്റ്റിലുണ്ട്, അത് പ്രസന്റിലുണ്ട്, ഫ്യൂച്ചറിലുണ്ട്. അപ്പോൾ 3 എണ്ണം 4 വീതം 3 എണ്ണം 12 എണ്ണം. നമ്മൾ ഇതിൽ ഫസ്റ്റ് ഈ റോളിറ്റിയാണ് പഠിക്കുന്നത്. സിമ്പിള്, അതായത് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് പാസ്റ്റ്, അല്ല സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അങ്ങനെ 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പഠിക്കും മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ, അതായത് സഹായകരെ കുറിച്ച് കുറച്ച് പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സഹായക്രിയ എന്താണെന്ന് പഠിക്കാം. സഹായക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയ്ക്ക് സഹായമായി പ്രവർത്തിക്കുന്ന വാക്കുകളാണ് സഹായക്രിയ. നിങ്ങൾക്കറിയാം, നമുക്ക് ഏതൊരു പ്രവർത്തിക്കും പണികൾക്കും ഒരു പ്രധാനി ഉണ്ടായിരിക്കും, പിന്നെ സഹായിക്കുന്ന ആളുകളുണ്ടെന്ന് അറിയാം. നമുക്കറിയാം പല കാര്യങ്ങളും. ഇപ്പോൾ ഈ പാചകം ചെയ്യുന്ന പ്രവൃത്തി ആയിക്കോട്ടെ, ആശാരിപ്പണി ആയിക്കോട്ടെ, അതുപോലെ സിനിമയുടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ അറിയാൻ ഒരു പ്രധാനിയും ഒരു ഉസ്താദ്, പിന്നെ കുറച്ച് പേര് അതിനെ സഹായിക്കുന്ന ചില ആളുകൾ. അല്ല നടക്കില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ദഹനം അല്ലെങ്കിൽ പാചകത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ, ഒരു പ്രധാന ദഹനക്കാരൻ, നമ്മളിപ്പോൾ ദഹനക്കാരുണ്ടായിരിക്കും, കൂടെ കുറച്ച് സഹായികൾ ആൾക്ക് വേണ്ടി വരും. ഇപ്പം എൻ്റെ മകളുടെ ഒരു കല്യാണം കഴിഞ്ഞു. അപ്പോൾ പാലക്കാട്ടുള്ള ഒരു ബ്രാഹ്മണൻ പട്ടരായിരുന്നു ആള്. അപ്പോൾ കൈപ്പുണ്യം രാധാകൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ അയാളാണ് നമ്മുടെ മകളുടെ സദ്യയുടെ പാചകം ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ അയാൾ വന്നപ്പോൾ ആളെ കൂടെ ഒരു 4 പേരും കൂടി എത്തിയിരുന്നു, കാരണം സഹായിക്കാൻ. കാരണം അല്ലെങ്കിൽ നമുക്കറിയില്ലേ, കാരണം തീ കത്തിക്കണം, അത് ഇളക്കണം, അങ്ങനെ കഷ്ണങ്ങൾ അരിക്കണം, അങ്ങനെയൊക്കെ സഹായം വേണ്ടി വരും. അപ്പം അങ്ങനെ അതുവരെല്ലാവരും ഇല്ലെങ്കിൽ നല്ല ഒരു തരത്തിൽ സദ്യ തയ്യാറാക്കാൻ പറ്റില്ല. അപ്പം ഞാനത് വന്ന ആൾക്കാരോട് ചോദിച്ചു, 2 പേരോട് ചോദിച്ചു, പറഞ്ഞു അവർ സ്വന്തമായിട്ടും ചെറിയ ചെറിയ പാചകവൃത്തിയിലേറ്റ് നടത്തും, അതുപോലെ തന്നെ അവർ സഹായിച്ചും പോവും. അപ്പം മറ്റേ രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവരെ സംസാരിച്ചു. അപ്പോൾ അവരോട് സംസാരിച്ചെന്ന് പറഞ്ഞു, അവർക്ക് അത്രയും എക്സ്പെർട്ട് ആയിട്ടില്ല, അത് കാരണം തന്നെ ഒന്നും ഒരു സദ്യയായിട്ട് നടത്താറില്ല, അവരുടെ സഹായി മാത്രമേ പോകാറുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദഹനക്കാരിൽ തന്നെ ഞാൻ കണ്ടപ്പോൾ രസം തോന്നി. 3 തരം ആൾക്കാരുണ്ട് അവർ. ഒന്ന് ഒരു പ്രധാനിയായിട്ടൊരാൾ, പിന്നെ ചിലര് പ്രധാനിയായിട്ടും പോവും, പ്രധാന ദഹനക്കാരനായിട്ടും പോവും, സഹായിക്കാനും പോവും. പിന്നെ വേറെ തന്നെ സഹായിക്കാൻ മാത്രം പറ്റുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് അത് പറ്റും. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ക്രിയകളിലും കാര്യത്തിൽ. ചില ക്രിയകൾ പ്രധാന ക്രിയയായിട്ട് മാത്രം ഉപയോഗിക്കുന്നുണ്ട്, വേറെ ചില ക്രിയകളുണ്ട് സഹായിക്കാനും പോവും, സഹായക്രിയയായിട്ടും പോവും, പ്രധാന ക്രിയയായിട്ടും പോവും. അങ്ങനത്തെ ചില ക്രിയകളുണ്ട്. കാരണം സഹായക്രിയയായിട്ട് ഉപയോഗിക്കുക, അതുപോലെ പ്രധാന ക്രിയയായിട്ട് ഉപയോഗിക്കുക, രണ്ടിനും കഴിയുന്നത്. പിന്നെ വേറെ തരമുണ്ട്, സഹായക്രിയ മാത്രമായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അതിന് തനിച്ചർത്ഥമില്ല, തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, തനിച്ചർത്ഥമില്ല. അത് വേറെ വാക്കിനോട് ചേർന്ന് ഉപയോഗിക്കും മാത്രമേ അർത്ഥം വരുള്ളൂ. നമുക്ക് അവയെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന ക്രിയയാണ്. അത് പോകുക, അത് ഒരു പ്രധാന ക്രിയയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നത്. അതുപോലെ വരിക, ഭക്ഷിക്കുക, എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പ്രധാന ക്രിയയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന ദഹനക്കാരൻ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് പ്രധാനമായിട്ട് ഉള്ള ക്രിയ. അവരെ ജോബ് തന്നെ എല്ലാത്തിൻ്റെയും പ്രധാനിയായി നിൽക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നേരത്തെ പറഞ്ഞത് സഹായിക്കാൻ പോകുന്നതിന് സ്വന്തമായിട്ട് ചെയ്യുന്ന ദഹനക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ഈ ക്രിയയുടെ കാര്യത്തിലും സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ തനിച്ച് നിൽക്കാവുന്ന ക്രിയകളുണ്ട്, അതുപോലെ മറ്റൊരാളെ സഹായിക്കുന്നതിന് കഴിയുന്ന ക്രിയകളുണ്ട്. അത് വേറെ നോക്കാം. അതിന് ഒരു ഉദാഹരണമാണ് ബി, ഡു, നീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ക്രിയകളാണ്. അതിൽ ബി ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നത്. അതിന് നോക്കാം. അതുപോലെ തന്നെ തന്നെ നിൽക്കാൻ പറ്റാത്തതുണ്ട്, എന്ന് വെച്ചാൽ തനിച്ച് അർത്ഥമില്ലാത്തതുണ്ട്, തനിച്ച് അർത്ഥം പറയാനും പറ്റില്ല.
മറ്റൊന്നിനോട് ചേർക്കുമ്പോൾ മാത്രം അതിനെ ചേർന്ന് നിന്നാൽ മാത്രമേ അതിന് എന്തെങ്കിലും പ്രവർത്തിക്കാനാവൂ. അത് മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രം കഴിയുന്ന ഒരു ക്രിയകളുണ്ട്. ഷാല്, വില്ല്, വുഡ്, ഷുഡ്, അത്തരം ക്രിയകൾ, ഓട്ട് ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെട്ടതാണ്. അപ്പൊ ഇതിൽ മൂന്നിടത്തിൽ നമുക്ക് പ്രധാന ക്രിയയായിട്ട് വരുന്ന ആ ക്രിയകളെ കുറിച്ച് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അതില് ഇനി പ്രധാനപ്പെട്ട സഹായക്രിയ ആയ ബീനെ കുറിച്ച്, അത് തനിച്ച് നിൽക്കാൻ പറ്റുന്നതും അതേസമയം സഹായിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതുമായ ബീനെ കുറിച്ചുള്ള വേണ്ടത് എന്ത്. നമ്മള് മലയാളത്തില് ആകുക, ആയിരിക്കുക എന്നൊക്കെ പറയുന്ന മൂലരൂപങ്ങളുണ്ട്. അപ്പോ അതായത് ക്രിയയുടെ മൂലരൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വെർബ് റൂട്ട്. അപ്പൊ ഞാൻ മൂലരൂപം ഒന്നും പറയില്ലേ, കാരണം ക്രിയയുടെ മൂലരൂപം എന്നൊക്കെ പറയുമ്പോൾ ചില ക്ലാസ്സിൽ കുട്ടികൾ അതുപോലെ ലോകമായിട്ട് ബന്ധമുള്ള ഭാഷ എന്നൊക്കെ പറയും. അത് കാരണം ഞാനിപ്പോ വിചാരിച്ചു അഞ്ഞ അങ്ങനെ പറയുന്നില്ലേ, അത് ഞാൻ ക്രിയയുടെ മൂലരൂപം എന്ന് പറയില്ല, അതിന് പകരം വെർബ് റൂട്ട് എന്ന് പറയൂ. അപ്പൊ വെർബ് റൂട്ട് ആയിട്ടുള്ള ഈ ആകുക, ആയിരിക്കുക എന്നതിന് സമാനമായിട്ട് ഇംഗ്ലീഷിൽ എന്ത് ഉപയോഗിക്കും? അതാണ് ബി. അപ്പൊ ബിയുടെ അർത്ഥം എന്താണ്? ആകുക അല്ലെങ്കിൽ ആയിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ബി എന്നത് പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുമ്പോൾ ബി എന്നല്ല ഉപയോഗിക്കുക, അതിൻ്റെ രൂപമാകെ മാറും, അതിൻ്റെ പ്രകൃതാകെ മാറും. ചില പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ യൂണിഫോം ഇട്ട സ്വഭാവം ആകെ മാറും. വളരെ പൂച്ചക്കുഞ്ഞ് പോയി ഇരിക്കുന്ന പോലീസുകാർ പുലിയായിട്ട് മാറുന്നത് അവരെന്നെ പറയാറുണ്ട്. അതുപോലെ നമുക്കറിയില്ലേ, കാമക്രോധാകളി വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രൂപമൊക്കെ ഒന്ന് മാറി രണ്ട് രൂപത്തില് വരുമ്പോ അതിന് 3 രൂപം കൈവരിക്കും. അപ്പൊ പ്രസന്റ് ടെൻസിലാവുമ്പോ ആകുക അല്ലെങ്കിൽ ആയിരിക്കുക എന്നുള്ളത് നമുക്കറിയാം, ആകുന്നു അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്നായിട്ട് മാറുക. അതിന് സമാനമായിട്ട് ഇംഗ്ലീഷ് എന്തായിരിക്കും? ബി എന്നുള്ളത് ഏം എന്നാകും, ചിലപ്പോ ഈസ് എന്നാകും, ചിലപ്പോ ആർ എന്നാകും. അപ്പൊ ആകുക, ആയിരിക്കുക എന്നുള്ളത് ഇനി സമാനമായി 3 വാക്കുണ്ട് ഇംഗ്ലീഷില്. ഏതൊക്കെയാ? ഏം, ഈസ്, ആർ. ഞാനത് ബോർഡിൽ എഴുതി കാണിക്കാം. ബോർഡ് നോക്കുക. ആ ബോർഡിൽ നമ്മൾ എന്താ കാണുന്നത്? ആകുക, ആയിരിക്കുക എന്നതിന്റെ മൂലരൂപം ബി. എന്നാൽ മലയാളത്തിലെ ആകുക എന്നുള്ളത് പ്രസന്റ് മാറുമ്പോൾ അതിന്റെ രൂപം മാറും. എന്താ ഉണ്ടാവുക? ഈ ആകുകയിലെ ഖ പോയി എന്ന് വരും. ആകു ഖ പോയി എന്ന് വരും. അപ്പൊ ആകുന്നു. അല്ലെങ്കിൽ ആയിരിക്കുക എന്ന് അതിൽ ഖ പോയി എന്ന് വരും. അപ്പൊ ആകുക, ആയിരിക്കുക എന്നാ അങ്ങനെയാണ് അതിന്റെ മാറ്റം വരുന്നത്. അതേസമയം ഇംഗ്ലീഷിലാവുമ്പോ ബി എന്നുള്ളത് എങ്ങനെ മാറും? ഏം, ഈസ് എന്നാവും, അല്ലെങ്കിൽ ആർ എന്നാവും. എന്താണാവുക? ഏം, ഈസ്, ആർ. അത് പാസ്റ്റിലേക്ക് വരുമ്പോ വാസ്, വേർ, ആയിരുന്നു എന്നാകും. നമ്മുടെ ആകുന്നു മാറി ആയിരുന്നു എന്നാവുമ്പോ ഇവിടെ വാസ്, വേർ എന്നാവും. അപ്പൊ വാസ് എന്നതും വേർ എന്നതും ആയിരുന്നു എന്ന് തുല്യമായിട്ടുള്ളതും ആം, ഈസ്, ആർ എന്നുള്ളത് ആകുന്നതിന് തുല്യമായിട്ടുള്ളതും ആണ്. ഇനി ഇതിന്റെ പ്രയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തിനാണ് ഒരേ വാക്കിന് 3 തരം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം അല്ലെ? എന്തിനാണ് ഇപ്പൊ ആമും ഈസും ആറും? അതിലെന്താ വെച്ചാല് നമ്മള് ആം എവിടെ ഉപയോഗിക്കുക? ആകുന്നു അർത്ഥം വരുന്ന സ്ഥലത്തിലാണ് ആം ഉപയോഗിക്കുക. അപ്പൊ എവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഐ വരുമ്പോ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ബാബുവാണ്, ഞാൻ ബാബു ജയപ്രസാദാണ് എന്ന് പറയുകയാണെങ്കിൽ ഐ ആം ബാബു ജയപ്രസാദ്. ഐ ആം ബാബു ജയപ്രസാദ്. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ അതിലെ ആമിന്റെ അർത്ഥം ആകുന്നാണ്. ഞാൻ ആകുന്നു ബാബു ജയപ്രസാദ്. അപ്പൊ ആ ആമാണ് ഇവിടെ വെക്കുക. ഐന്റെ കൂടെ മാത്രമേ ഏത് വെക്കുള്ളൂ? ആം വെക്കുള്ളൂ. അപ്പൊ ഒരു വാചകത്തില് ഐ എന്ന പ്രോണൗൺ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ ആകുന്നു എന്നർത്ഥത്തില് നമുക്ക് ആം
am ഉപയോഗിക്കാം. മനസ്സിലായ? അവിടെ മാത്രമേ am ഉപയോഗിക്കാൻ പാടൂ. അതേസമയം ഈസ് എവിടെ ഉപയോഗിക്കും? ഈസ് എന്നുള്ളതിനും ആകുന്ന അർത്ഥം. അതായത് ഒരു വാചകത്തില് സബ്ജക്റ്റ് ഏകവചനമായി വരികയാണെങ്കിൽ, ഏകവചനം നമുക്കറിയാം, ഒരെണ്ണത്തെ കുറിക്കുന്ന നാമമാണ് ഏകവചനം. അതിലെ സബ്ജക്റ്റായിട്ട് വരുന്ന നാമം ഏകവചനമാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹി ഈസ് രാജു, അവൻ രാജു ആകുന്നു. റോസ് ഈസ് എ ഫ്ലവർ, അപ്പൊ റോസ് എന്നുള്ളത് ഒരു പൂവാകുന്നു. അല്ലെങ്കിൽ ലയൺ, സിംഹം ഒരു വന്യമൃഗമാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ലയൺ ഈസ് എ വൈൽഡ് ആനിമൽ. അതില് ലയൺ കഴിഞ്ഞിട്ട് പറഞ്ഞ ഈസിനെ ആകുന്നു അർത്ഥം. ലയൺ ആകുന്നു, എന്താകുന്നു? ഒരു വന്യമൃഗം. അവിടെയാണ് അത് വരിക. ഞാൻ പിന്നെ എഴുതി കാണിച്ചു തരാം. ഇനി ആറ് എവിടെ ഉപയോഗിക്കുക? ഒരു വാചകത്തിലെ സബ്ജക്റ്റായി വരുന്ന നാമം ബഹുവചനത്തിലുള്ളതാണെങ്കിൽ, അതായത് കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, സിംഹങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ബഹുവചന, കൂട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ ബഹുവചന. അങ്ങനെ ബഹുവചനമായിട്ടുള്ളവ വരുമ്പോഴാണ് എന്തുപയോഗിക്കുക? ഉപയോഗിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ സിംഹങ്ങൾ വന്യമൃഗങ്ങൾ ആകുന്നു എന്ന് പറയുമ്പോൾ അതിലെ ആകുന്നു. സിംഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബഹുവചന. അപ്പൊ ലയൺസ് എന്നല്ല ഇംഗ്ലീഷ്. അപ്പൊ ലയൺസ് എന്ന് വെച്ച് തുടങ്ങുമ്പോ അതിലാകുന്നു എന്നുള്ളിടത്ത് എന്ത് വെക്കണം? വെക്കണം. ഈ വെക്കണം. ലയൺസ് ആർ വൈൽഡ് ആനിമൽസ്. ഞങ്ങൾ എഴുതി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഐ ആം ബാബു ജയപ്രസാദ്. അപ്പൊ ഐക്ക് ഞാൻ ആമിനാകുന്നു. അപ്പൊ ആം എന്നുള്ളതിനാണ് ആകുന്നു എന്ന് വേണ്ട. ഇവിടെ ഐ വന്നപ്പോഴാണ് ആം വന്നത്. ഞാൻ ആകുന്നു ബാബു ജയപ്രസാദ്. ഞാൻ ഐ ആം എ ടീച്ചർ. കണ്ട, ഇവിടെ വന്നിട്ടുള്ള ഐ ആം എ ടീച്ചർ. ഞാൻ ആകുന്നു ടീച്ചർ. ഞാൻ അധ്യാപകനാകുന്നുള്ളൂ. ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതുക. ഇത്തരം വാചകങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ആ പഠിപ്പിക്കാത്ത വാചകങ്ങളായതുകൊണ്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംശയം, ഈ വാചകം എങ്ങനെയാണ് എഴുതുക എന്നുള്ള ചോദിച്ച സംശയങ്ങളൊന്നും കമന്റ് ബോക്സിൽ എഴുതിയിട്ടൊന്നും വേണ്ട. ഞാൻ നിങ്ങളെ യഥാസമയം ഇത് പഠിപ്പിക്കുന്നതായിരിക്കും. കുറച്ച് 3-4 ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വാചകങ്ങൾ എഴുതാൻ പഠിക്കുകയാണ്. അപ്പോൾ ഒന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പൊ നോക്കുക, മൈ ബ്രദർ ഈസ് എ ടീച്ചർ. എൻ്റെ ബ്രദർ, എൻ്റെ സഹോദരൻ ഈസ് ആകുന്നു. അപ്പൊ ഈസ് കണ്ട, ആകുന്നു. അവിടെ എൻ്റെ ബ്രദർ എന്നുള്ളത് ഒരു ഏകവചനമാണ്. എന്നാൽ സിംഗുലർ എന്ന് പറയും. എന്താ പറയാ? സിംഗുലർ. ഏകവചനത്തെ ഇംഗ്ലീഷിനെ പറഞ്ഞിട്ടുള്ളതാണ് സിംഗുലർ. അപ്പൊ ഇത് സിംഗുലർ ആയ കാരണം ഈസ് വയ്ക്കുന്നു. എ ടീച്ചർ. അതുപോലെ അടുത്ത വാചകം നോക്കുക, സിംഹം ലയൺ ഈസ് എ വൈൽഡ് ആനിമൽ. അതായത് സിംഹം അത് ഒരെണ്ണ, സിംഹം എന്ന് പറഞ്ഞാൽ ഒരെണ്ണ ആകുന്നു. കണ്ടോ, അവിടെ ഒരെണ്ണ ആയതുകൊണ്ട് അത് ഏകവചനമാണ്, സിംഗുലർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് വെച്ചത്. അപ്പൊ വൈൽഡ് ആനിമൽ, വൈൽഡ് ആനിമൽ ഒരു വന്യമൃഗം ഉണ്ട്. അപ്പൊ ഇവിടെ രണ്ടിലെയും സബ്ജക്റ്റ് സിംഗുലർ ആയ കാരണം ഈസ് വെച്ചു. ഇവിടെ ഐ സബ്ജക്റ്റ് ആയ കാരണം ആം വെച്ചു. അപ്പൊ ഐ സബ്ജക്റ്റ് ആവുമ്പോ ആം വെക്കുക. ഏതർത്ഥത്തില്? ആകുന്ന അർത്ഥത്തില്. പിന്നെ ഏകവചനം സബ്ജക്റ്റ് ആവുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ആകുന്ന അർത്ഥത്തില് ഈസ് വെക്കുക. ഈ കാര്യം വ്യക്തമായല്ലോ. ഇനി നോക്കുക, മൈ ബ്രദേഴ്സ് ആർ ടീച്ചേഴ്സ്. എൻ്റെ സഹോദരന്മാർ അധ്യാപകരാകുന്നു. എൻ്റെ സഹോദരന്മാർ, മൈ ബ്രദേഴ്സ്. അതെന്താണ്? സഹോദരന്മാർ എന്ന് ഒരാളാണോ? അല്ല, ബഹുവചനം. അത് പ്ലൂറലാണ്. അതായത് ഇതിലെ സബ്ജക്റ്റ് പ്ലൂറലാണ്, അതായത് ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ ആറാണ് വെക്കേണ്ടത്. ആകുന്ന അർത്ഥത്തില് 6 വെക്കുക.
അപ്പൊ അടുത്തതായിട്ട് ലയൺസ് ആർ വൈൽഡ് ആനിമൽസ്, സിംഹങ്ങൾ വന്യമൃഗങ്ങൾ ആകുന്നു. അപ്പൊ സിംഹങ്ങൾ എന്ന് പറയുന്നത് ബഹുവചന. അപ്പൊ എന്ത് ചെയ്യണം അവിടെ, അതായത് പ്ലൂറലാണ്. അപ്പോൾ ഇതിൽ പ്ലൂറൽ വന്നതിന് അവിടെയും ആകുന്ന അർത്ഥത്തിൽ ആറ് വയ്ക്കുക. ചുരുക്കി പറഞ്ഞാല് ഐ സബ്ജക്റ്റായി വരുമ്പോ ആകുന്ന അർത്ഥത്തിൽ ആം വയ്ക്കുക. അതേ സമയത്ത് സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഏകവചനാവുമ്പോൾ ആകുന്ന അർത്ഥത്തിൽ ഈസ് വയ്ക്കുക. പിന്നെ മറ്റിടങ്ങളിൽ എന്ന് വെച്ചാല് സബ്ജക്റ്റ് ബഹുവചനം അഥവാ പ്ലൂറൽ ആവുമ്പോൾ ആകുന്ന അർത്ഥത്തില് ആറ് വയ്ക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് നോക്കാം. പാസ്റ്റ് ടെൻസ് വാസും വേറും. വാസും വേറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അതായത് ഐ എന്ന് നോക്കൊന്നും വേണ്ട. ഈ സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആയിരുന്ന അർത്ഥത്തില് വാസു വയ്ക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആയിരുന്ന അർത്ഥത്തില് വേറെ വയ്ക്കുക. അപ്പൊ എന്താ പറഞ്ഞത്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആയിരുന്നു എന്ന അർത്ഥത്തില് വാസു വയ്ക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ ബഹുവചനമാണെങ്കിൽ ആയിരുന്ന അർത്ഥത്തില് വേറെ വയ്ക്കുക. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അത് നമുക്ക് ഇനി ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഈ വാസിന്റെ വേറിന്റെയും പ്രയോഗം എഴുതി കാണിക്കും മുമ്പ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, അതുകൂടി പറയാം. ഇപ്പൊ ഞാൻ ബാബു ജയപ്രസാദ് ആകുന്നു എന്നുള്ളതിന് പകരം ഞാൻ ബാബു പ്രസാദ് ആണ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതുപോലെ ഞാൻ അധ്യാപകൻ ആകുന്നു എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഞാൻ അധ്യാപകൻ ആണ് എന്ന് പറയാം. അപ്പൊ എൻ്റെ സഹോദരൻ ഒരു അധ്യാപകൻ ആകുന്നു, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ എൻ്റെ സഹോദരൻ അധ്യാപകനാണ്. അതുപോലെ സിംഹം ഒരു വന്യമൃഗമാകുന്നു എന്നതിന് പകരം സിംഹം ഒരു വന്യമൃഗമാണ് എന്നും പറയാം. അതായത് ആണ് എന്ന അർത്ഥത്തിലും ഏത് ഉപയോഗിക്കും? ഈ ആം ഉപയോഗിക്കും. അതായത് ആകുന്നു, ആണ് എന്ന ഒരർത്ഥത്തിലാണ് മലയാളത്തിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് ആണ് എന്നുള്ളതിനെ നമുക്ക് ഈ വാക്കുകൾ തന്നെ മതി. ആം, ഈസ്, ആറ് എന്നിന് ഉപയോഗിക്കാം. ആണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ലയൺസ്, അതായത് സിംഹങ്ങൾ വന്യമൃഗങ്ങളാണെന്നുള്ളിടത്ത് ലയൺസ് ആർ വൈൽഡ് ആനിമൽ എന്ന് നമുക്ക് പ്രയോഗിക്കാം. ആണത്തിൽ ഒന്ന് മനസ്സിലാക്കുക. അതിന് ഞാൻ ഇതൊന്ന് ഈ മറ്റേ നോക്കുക നിങ്ങൾ. ഇപ്പൊ ഇത് വാചകങ്ങൾ വേറും വാസും ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് വാസ് വേറിന്റെ പ്രയോഗം ഉദാഹരിക്കുന്ന കുറച്ച് സെന്റൻസുകളെ നോക്കാം. ഇവിടെ നോക്കുക. ഐ വാസ് എ ഗവൺമെന്റ് എംപ്ലോയി. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു എന്നുള്ളതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഐ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ള വാസാണ്. മനസ്സിലായ? അപ്പൊ പാസ്റ്റ് ടെൻസിൽ അതായത് ഭൂതകാലത്തിൽ ആയിരുന്നു എന്നുള്ളതിന് വാസ് തന്നെയാണ്. അത് ഏകവചന ഐ പ്രത്യേക തരത്തിലുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ഐ എന്ന് നമ്മൾ ഇതിൽ കണ്ടു. ഐ വരുമ്പോ പ്രത്യേക തരത്തിലാണ് ആണ് വെച്ചത്. എന്നാൽ പാസ്റ്റ് ടെൻസ് ആവുമ്പോ അതിന് പ്രത്യേകത ഇല്ല. എല്ലാത്തിനും സിംഗുലർ ആയിട്ടുള്ള എല്ലാത്തിനും ഐ ഉൾപ്പെടെ എല്ലാത്തിനും വാസ് തന്നെയാണ്. 3 എണ്ണല്ലേ 2 എണ്ണല്ലോ. അതുപോലെ മൈ ബ്രദർ വാസ്, എൻ്റെ സഹോദരൻ ഏകവചനാണ്, അവിടെ ആയിരുന്നുള്ളേ. മൈ ബ്രദർ വാസ് എ ഗവൺമെന്റ് എംപ്ലോയി. എൻ്റെ സഹോദരൻ ആയിരുന്നു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ഇവിടെയും നമ്മൾ കണ്ടു എന്താണ്? ഈ മൈ ബ്രദർ ഏകവചനാണ്, അപ്പൊ ആയിരുന്നുള്ളതിന് വച്ചത് വാസാണ്. ഇവിടെ ഐ ആണ്, ഏകവചനമായിട്ടാണ് വന്നിട്ടുള്ളത്, അത് വാസാണ്. അപ്പോ ഈ പാസ്റ്റ് ടെൻസില് ഈ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ ഐ ഉൾപ്പെടെ ആയിരുന്ന അർത്ഥത്തില് വെക്കുക. എന്താണ്? വാസാണ്. ഐ ആയാൽ പോയി. ഇതിന് ഈ പ്രസന്റ് ടെൻസിലെ പോലെ ഐക്ക് പ്രത്യേകമായിട്ട് ഈ വാക്കില്ല. സാധാ ഏത് ഏകവചനമായാലും വാസാണ്. അതുപോലെ തന്നെയാണ് ഐ വരുമ്പോൾ, സബ്ജക്റ്റ് ഐ വരുമ്പോൾ എന്ത് ചെയ്യണം?
ആയിരുന്ന അർത്ഥത്തിൽ വാസ് തന്നെ വെച്ചാൽ മതി. അതേസമയം ബഹുവചനാണെങ്കിൽ മാറ്റം വരും. മൈ ബ്രദേഴ്സ് വേർ ഗവൺമെന്റ് എംപ്ലോയീസ്. എൻ്റെ സഹോദരന്മാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആയിരുന്നു. എന്താ അതിന് അപ്പൊ എൻ്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അതെന്താ സിംഗുലർ ആണോ? അല്ല. എന്താണത്? അത് ബഹുവചനമാണ്, പ്ലൂറലാണ്. അപ്പൊ വാസ് വയ്ക്കാൻ അപ്പൊ എന്ത് വെക്കണം? വാസ് വയ്ക്കരുത്. ഏത് വെക്കണം? വേറ് വെക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആയിരുന്നു എന്ന അർത്ഥത്തില് വാസ് വയ്ക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ബഹുവചനമാണെങ്കിൽ ആയിരുന്നു അർത്ഥത്തിൽ വേറ് വയ്ക്കുക. യാതൊരു മാറ്റവും. ഇത്രയും പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മറ്റൊരു സഹായക്രിയ പഠിക്കാം. ഹാവ് അല്ലെങ്കിൽ ഹാസ് എന്നുള്ളത് എന്ത് പഠിക്കാൻ നമുക്ക്. അതെന്തായാലും ഇതിപ്പോ വീഡിയോയുടെ നീളമൊക്കെ വളരെ നീണ്ടുപോയി അല്ലേ? അത് കാരണം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നല്ലവണ്ണം തയ്യാറാക്കി വെക്കുക. കാരണം അതിന്റെ പ്രയോഗമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാൻ പോകുന്നത്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ വിടാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.